ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാനൊരു വ്യത്യസ്തമായ ടോപ്പിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. ടെക്നോളജി വീഡിയോ ഒന്നുമല്ല ഗൈസ്. കുറേ പേര് കളിക്കുന്നൊരു കളിയാണ് PES 2019 പ്രോ എവല്യൂഷൻ. അതിൽ ഇപ്പോൾ PES 2020 വരാൻ പോവാണ്. അപ്പോൾ കുറേ പേര് എന്നോട് ആവശ്യപ്പെട്ടു അതിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ചൊരു വീഡിയോ ഇടാൻ വേണ്ടി ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ കുറേ പേര് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ തുടർന്നിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഞാൻ വീഡിയോയിലേക്ക് കിടക്കുകയാണ്. ആദ്യം തന്നെ പറയാനുള്ളത് ട്രേഡ് ഓപ്ഷനെ കുറിച്ചാണ്. കൂടുതൽ ആൾക്കാർക്കും സംശയമുള്ളൊരു സംഭവമാണ് ട്രേഡ് ഓപ്ഷൻ. അപ്പോൾ ഈ ട്രേഡ് ഓപ്ഷനെ കുറിച്ച് പറയുകയാണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലിപ്പോൾ ഒരു 3 പ്ലെയേഴ്സ്, ഒരേപോലത്തെ 3 പ്ലെയേഴ്സ് ഉണ്ട് വെച്ചാൽ ആരും ഇപ്പോൾ ട്രേഡ് ചെയ്യരുത്. 2019 ട്രേഡ് ചെയ്യരുത്. അത് വളരെയധികം നഷ്ടം ഉണ്ടാക്കും. കാരണം 2020 നമ്മളുടെ കയ്യിലുള്ള എല്ലാ പ്ലെയേഴ്സും ക്യാരി ഓവർ പ്ലെയേഴ്സ് എന്നുള്ള ഒരു വിഭാഗത്തിലേക്ക് മാറും. ഫീച്ചേർഡ് പ്ലെയേഴ്സും ബേസ് പ്ലെയറും ആവും. ലെജൻഡ് പ്ലെയേഴ്സ് മാത്രമാണ് നമ്മുടെ കയ്യിൽ അപ്പോൾ ബാക്കിയിരിക്കുക. ഈ ക്യാരി ഓവർ പ്ലെയേഴ്സിന് വെച്ച് കളിക്കുക എന്ന് വിചാരിക്കുകയാണെന്ന് വെച്ചാൽ ക്യാരി ഓവർ പ്ലെയേഴ്സ് വെറും വേസ്റ്റാണ് മൊത്തത്തിൽ പറഞ്ഞാൽ. അവരെ വെച്ചിട്ട് ഓൺലൈൻ മാച്ചും കളിക്കാൻ പറ്റില്ല, ഒന്നും കളിക്കാൻ പറ്റില്ല, വെറുതെ കയ്യിലും വെച്ചും കൊണ്ടിരിക്കുക. അപ്പോൾ കൊനാമി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ക്യാരി ഓവർ പ്ലെയേഴ്സിന് വിറ്റ് കഴിഞ്ഞാൽ നിറച്ചും GP കിട്ടുന്നതാണ്. അപ്പോൾ ഈ PES 2019 എല്ലാ പ്ലെയേഴ്സും പോവും, അത്ര തന്നെയാണ് ശരിക്കും വരുന്നത്. കാരണം ഈ ഉപയോഗമില്ലാത്ത പ്ലെയേഴ്സിന് എന്തായാലും എല്ലാവരും സെല്ല് ചെയ്യുമല്ലോ. അപ്പോൾ ഇത് കൊനാമി തന്നെ ചെയ്യണ ഒരു വഴിയാണ് എല്ലാവരും കൊണ്ട് സ്വന്തം കൈകൊണ്ട് പ്ലെയേഴ്സിന് റിലീസ് ചെയ്യിപ്പിക്കാൻ. അപ്പോൾ നമ്മുടെ കയ്യിലിപ്പോൾ 2 ഫീച്ചേർഡ് റൊണാൾഡോവും ഒരു നോർമൽ റൊണാൾഡോ ഉണ്ടെങ്കിൽ നമുക്ക് PES 2020 വരുമ്പോൾ ട്രേഡ് ചെയ്ത് ഒറിജിനൽ റൊണാൾഡോനെ വാങ്ങാൻ സാധിക്കും. അതൊരു വലിയ അഡ്വാൻറ്റേജ് തന്നെയാണ്. പിന്നെ അടുത്തത് പറയാനുള്ളത് കുറേ ക്ലബ്ബുകളിനെ ഇപ്പോൾ പുതിയതായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അത് വളരെ നല്ലൊരു കാര്യമാണ്. കുറേ ജുവൻറ്റസ് ഫാൻസിനൊക്കെ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. കാരണം ജുവൻറ്റസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ പുതിയ കുറേ ലെജൻസിനെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ തന്നെ ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, സല വരാൻ പോവുകയാണ് ലെജൻഡായിട്ട്. അർജൻറ്റീനത്തെ അപകടത്തിൽ മരണപ്പെട്ട സല തിരിച്ച് വരികയാണ്, ലെജൻഡായിട്ട് വരികയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു അഭിപ്രായം ഒരിക്കലും അതൊരു ഫേക്ക് ന്യൂസാണ് എന്നാണ് എൻ്റെ ഒരു നിഗമനം. കാരണം സലയൊന്നും വരാൻ സാധ്യതയില്ല. ഇനിയും എത്രയോ ലെജൻസ് വരാനുണ്ട്. പിന്നെ ജെറാഡ് റിമൂവ് ആവും ലെജൻഡിൽ നിന്നും. അപ്പോൾ ജെറാഡിന് പകരം നമുക്ക് വേറൊരു പ്ലെയറിനെ കിട്ടും. ചിലപ്പോൾ ബെക്കം ആയിരിക്കാം, വേറെ ഏതെങ്കിലും ഒരു പ്ലെയർ എന്തായാലും തീർച്ചയായും കിട്ടും. അതൊരു ലെജൻഡ് തന്നെ ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമുക്ക് എടുക്കാനും നമ്മളല്ല തീരുമാനിക്കുക, കൊനാമി റാൻഡമായിട്ട് തരുന്നതായിരിക്കും. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ കുറച്ച് ഗ്രാഫിക്സൊക്കെ കൂട്ടിയിട്ടുണ്ട് കൊനാമിക്കാർ. അതായത് നമ്മളൊരു പ്ലെയറിനെ സൈൻ ഇൻ ചെയ്യുമ്പോൾ മുമ്പാണെന്ന് വെച്ചാൽ ഒരു കാർഡ് വെറുതെ ഇങ്ങനെ നിൽക്കലായിരിക്കും. അപ്പോൾ അതൊക്കെ മാറിയിട്ട് ഇങ്ങനെ നമ്മൾ ഡ്രസ്സ് എടുക്കുന്ന പോലെയോ അങ്ങനെ എന്തോ ഒരു ആനിമേഷനൊക്കെ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. കൂടുതൽ ആനിമേഷനൊക്കെ കൊണ്ടുവന്ന് കുറച്ചും കൂടി രസമാക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ PES 2019 പ്ലാറ്റ്ഫോമിൽ തന്നെയായിരിക്കും PES 2020 വർക്ക് ആവുക. അപ്പോൾ നമുക്ക് ഞാൻ പറയുകയാണെന്ന് വെച്ചാൽ ഇപ്പോൾ മാക്സിമം GPയും ക്ലബ് കോയിനും പിന്നെ ബോൾ ഡ്രോസൊക്കെ എടുത്ത് വെക്കുക. അപ്പോൾ ഇപ്പോൾ കൊനാമി നമ്മളുടെ ബോൾ ഡ്രോസിൻ്റെ എക്സ്പീരിയൻ ഡേറ്റ് കൂട്ടി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു സംഭവം പേടിക്കാനില്ല. 2019 പോകുമ്പോഴും നമ്മളുടെ ഗോൾഡ് ബോളും സിൽവർ ബോളൊക്കെ അവിടെ തന്നെ കിടക്കും. ഞാൻ എൻ്റെ ബോൾ ഡ്രോസൊക്കെ എടുത്തു വയ്ക്കുകയാണ് ചെയ്യുന്നത്. അല്ലാണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് എല്ലാ ആഴ്ചയിലും വരുന്ന ബോൾ ഡ്രോ തുറക്കാൻ കിട്ടും. അത് തുറന്നോളൂ. ലൈസൻസിന് കിട്ടിയാൽ അത്രയും നല്ലത്. കാരണം അവർ മാത്രമേ നമ്മുടെ 2020 ബാക്കി നിൽക്കുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ക്യാരി ഓവർ പ്ലെയേഴ്സാവും. ക്യാരി ഓവർ പ്ലെയേഴ്സ് ഞാൻ പറഞ്ഞല്ലോ, അവരിനെ കൊണ്ടൊരു ഗുണവുമില്ല, വെറും വേസ്റ്റാണ്. അപ്പോൾ പിന്നെ മെയിനായിട്ട് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ ഒരേപോലത്തെ 2 മാനേജറൊക്കെ ഉണ്ട് വെച്ചാൽ പകരം നല്ലൊരു പുതിയ മാനേജറെ തരും. പിന്നെ പലരുടെയും പറയണ്ടായിരുന്നു മാനേജറായിട്ട് നമുക്ക് ക്രൈഫിനെയും മർഡോണിനെയൊക്കെ കിട്ടുന്നൊക്കെ. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒന്നും കൊനാമി ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടില്ല. പബ്ലിഷ് ചെയ്ത ഉടൻ തന്നെ ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മുടെ കയ്യിൽ ഉണ്ടാവണ ഇപ്പോൾ നമ്മൾ ഇത്രയും കാലം കൊടുത്തിട്ടുണ്ടാവണ പ്ലെയർ സ്കില്ല്, പിന്നെ പ്ലെയേഴ്സിൻ്റെ
കോൺട്രാക്ട് ടിക്കറ്റ് അതൊക്കെ പോകണമായിരിക്കും. കോൺട്രാക്ട് ടിക്കറ്റ് അല്ല, നമ്മളുടെ മാനേജർ സ്കിൽ ബൂസ്റ്റ്, അങ്ങനെ കുറേ സംഭവങ്ങൾ നമ്മൾ ഉണ്ടായിരുന്നല്ലോ, പ്ലെയേഴ്സ് സ്കിൽ ബൂസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതിപ്പോൾ നമ്മൾ കൊടുത്തു വെച്ചതെല്ലാം, അതായത് ഇപ്പോൾ ഒരു പ്ലെയർ നമ്മൾ മെസ്സി എടുത്തിട്ട് മെസ്സിക്ക് നമ്മൾ പൊസിഷൻ ബൂസ്റ്റും സ്കിൽ ബൂസ്റ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട് വെക്കി. അപ്പോൾ ഇതൊക്കെ റിമൂവ് ആവും. PES 2020 വരുമ്പോൾ ഇതെല്ലാം റിമൂവ് ആവും. അപ്പോൾ നമ്മൾ കൊടുക്കാതെ എടുത്ത് വെച്ചിട്ടുള്ളതാണ് വെച്ചാൽ നമുക്ക് PES 2020 നമുക്കത് ഉപയോഗിക്കാം. ഇപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഉണ്ടായിരുന്നതെല്ലാം ഞാൻ കുറച്ച് പ്ലേയേഴ്സിനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഈ സംഭവം അറിഞ്ഞതിന് ശേഷം ഞാൻ കൊടുക്കാറില്ല. പിന്നെ നമ്മൾ ട്രെയിനിങ്, ഇപ്പോൾ നമുക്കെല്ലാ 1.5 വീതം നമുക്ക് 5 സ്റ്റാറിൻ്റെ ട്രെയിനർ കിട്ടുന്നുണ്ട്. അതാരും വേസ്റ്റ് ചെയ്യാതെ എടുത്ത് വെക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ PES 2020 ആകുമ്പോൾ നമ്മളുടെ പ്ലെയേഴ്സ് എല്ലാം കഴിഞ്ഞ് പോകുമ്പോൾ നമുക്ക് അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെക്കുക. പുതിയ പ്ലെയേഴ്സിനെ കിട്ടുമ്പോൾ അതിന് വേണ്ടിയിട്ട് എടുത്ത് വെക്കുക നമുക്ക്, കാരണം ആവശ്യം വരുമല്ലോ. അപ്പോൾ പിന്നെന്താണ് പറയാനുള്ളത് വെച്ചാൽ, നമ്മളുടെ ഇപ്പോൾ ഒരു പ്ലെയർ കോൺട്രാക്റ്റ് 0 കിടക്കുകയാണ് വെച്ചാൽ PES 2020 വരുമ്പോഴും അവരുടെ കോൺട്രാക്റ്റ് 0 തന്നെ ആയിരിക്കും. അതായത് നമ്മൾ 1-2 കോൺട്രാക്റ്റൊക്കെ ഉണ്ട് വെച്ചാൽ മാത്രമാണ് അവരുടെ കോൺട്രാക്റ്റ് വീണ്ടും ഫുള്ളായിട്ട് നമുക്ക് കിട്ടുള്ളൂ. പിന്നെ PES 2020 വരുമ്പോൾ പ്ലെയേഴ്സിൽ വരുന്ന മാറ്റം എന്താണെന്ന് വെച്ചാൽ, കുറേ പ്ലെയേഴ്സിൻ്റെ റേറ്റിംഗ് ഒക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. അത് ഏതൊക്കെ പ്ലെയേഴ്സാണെന്ന് വേണമെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യാം. അതിന് വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ തീർച്ചയായും ചെയ്യുന്നതായിരിക്കും. അതിനെക്കുറിച്ചൊരു വീഡിയോ വേണമെന്ന് പറയുകയാണ് വെച്ചാൽ. പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു പ്ലെയർ, ഇപ്പോൾ ഒരു ലെജൻഡിന് തന്നെ ആയിക്കോട്ടെ, കാരണം ലെജൻഡാണ് 2020 നമ്മുടെ കയ്യിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു ലെജൻഡ് പ്ലെയർ ഒരു റൊണാൾഡീനോ, നമ്മൾ റൊണാൾഡീനോനെ എടുത്തിട്ട് നമുക്കിപ്പോൾ ഒരു റൊണാൾഡീനോനെ കിട്ടി. അപ്പോൾ റൊണാൾഡീനോനെ നമ്മൾ ലെവൽ 30 വരെ ആക്കിയിട്ടുണ്ട് വെച്ചാൽ PES 2020 ആകുമ്പോൾ വീണ്ടും ലെവൽ 1 മാറും. അപ്പോൾ നമ്മൾ റൊണാൾഡീനോനെ ഒരു 31 ആക്കിയിട്ടുണ്ട് വെച്ചാൽ നമുക്ക് PES 2020 ആകുമ്പോൾ റൊണാൾഡീനോ മാക്സ് ലെവലായിട്ടായിരിക്കും കിട്ടുക. ഇതിപ്പോൾ എല്ലാ പ്ലെയേഴ്സിലും ആണ്, ലെജൻസിൽ നിന്ന് മാത്രമില്ല, ഫീച്ചേർഡ് പ്ലെയേഴ്സിലും ബേസ് പ്ലെയേഴ്സിലും ലെജൻഡ് പ്ലെയേഴ്സിലും എല്ലാത്തിലും ബാധകമായിട്ടുള്ള സംഭവമാണ്. ലെവൽ 13 വരെ ഉള്ളൂ വെച്ചാൽ അതെല്ലാവരും PES 2020 വരുമ്പോൾ ലെവൽ 1 ആവും. ലെവൽ 31 വെച്ചാൽ അവരെല്ലാവരും 31 മേലെയോ ആണെങ്കിൽ അവരെല്ലാവരും മാക്സ് ലെവലായിട്ടായിരിക്കും നമുക്ക് കിട്ടുക. അതൊരു നല്ല കാര്യമാണ്. അപ്പോൾ എല്ലാവരും അവരവർക്ക് വേണ്ട പ്ലെയേഴ്സിനെ എല്ലാത്തിനെയും മാറ്റി വെച്ചോളൂ. ട്രെയിനിങ് ചെറിയ ട്രെയിനേഴ്സ് കൊടുത്തിട്ട് കൂട്ടി വയ്ക്കുക. പിന്നെ PES 2020 വരുമ്പോൾ നമുക്ക് നമ്മുടെ എല്ലാ പ്ലേസിനും വിൽക്കേണ്ടി വരും. ലെജൻസ് ഒഴികെ ബാക്കിയുള്ളവരിനൊക്കെ വിറ്റിട്ട് നമ്മൾ വീണ്ടും പുതിയ ബോൾ ഡ്രസ്സൊക്കെ എല്ലാം തുറക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഞാൻ എന്തെങ്കിലും കാര്യം വിട്ടുപോയിട്ടുണ്ട് വെച്ചാൽ വീഡിയോന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഇതിൻ്റെ ബാക്കി വീഡിയോ വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ തന്നെ ഓവർ ടൈം ആയിട്ടുണ്ടാവും. പിന്നെ എന്താണെന്ന് വെച്ചാൽ, കുറേ യൂട്യൂബേഴ്സ് എല്ലാം ചേർന്നിട്ട് ഒരു ടൂർണമെൻറ്റ് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഓൾ കേരള ടൂർണമെൻറ്റ് എന്നാണ് ടൂർണമെൻറ്റിൻ്റെ പേര്. അപ്പോൾ ടൂർണമെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ടൂർണമെൻറ്റിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ഞാൻ എന്തായാലും ചെയ്യുന്നുണ്ട്. പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. പിന്നെ ഇതിൻ്റെ തുടർന്നുള്ള വീഡിയോ വേണമെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഗീവ് അവേൻ്റെ സംഭവം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഗീവ് അവേ വൈകാണ്ടന് ഈ അടുത്തായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് തുടർന്നും ഇതുപോലത്തെ വീഡിയോസൊക്കെ ലഭിക്കാൻ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോ നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ ബെല്ലൈക്കണിൽ അമർത്തുക. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോയിൽ അടുത്ത വീഡിയോയിൽ ഇതിനും നല്ലൊരു ടോപ്പിക്സുമായി കാണാം. അപ്പോൾ അതുവരെയ്ക്കും ബൈ.